കുണ്ടലിനിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു 12 യൂണിവേഴ്സൽ ലോയാണ്, യൂണിവേഴ്സൽ നിയമങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ലോ പറയുന്നത് ദി ലോ ഓഫ് ഡിവൈൻ വൺനെസ് എന്നാണ്. അതായത് നമ്മളെല്ലാം എന്താണ്, ഒരേ ഊർജ്ജത്തിൻ്റെ, ഒരേ കോൺഷ്യസ്നെസ്സിൻ്റെ, ഒരേ എനർജിയുടെ ഭാഗം തന്നെയാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ മുഴുവൻ യൂണിവേഴ്സ്, ഇപ്പോൾ നമ്മൾ ഇന്നലെ തൊട്ടേ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ആണ്. നമ്മൾ ഈ പ്രപഞ്ചനം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ കോൺഷ്യസ്നെസ്സിൽ തന്നെയാണ്. ഇപ്പം തന്ത്രയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, തന്ത്രയിൽ പറയുന്നത് പറഞ്ഞാൽ ശിവൻ ശക്തിയാവുന്ന ദർപ്പണത്തിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് പ്രപഞ്ചം എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തെ പറ്റി തന്ത്ര പറയുന്നത് ശിവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഷ്യസ്നെസ് അല്ലേ. ആ കോൺഷ്യസ്നെസ് ശക്തിയാവുന്ന ദർപ്പണത്തിൽ, ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ആവുന്ന ദർപ്പണം എന്ന് പറഞ്ഞാൽ കണ്ണാടി അല്ലേ. ആ ശക്തിയാവുന്ന കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ടാണ് പ്രപഞ്ചം നമുക്ക് മായയാണ് എന്ന് നമ്മൾ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു നിയമം പറയുന്നത് നമ്മളെല്ലാം സാർവത്രികമായിട്ടുള്ള ഈ പറഞ്ഞ ആ ഒരു ഡിവൈൻ എനർജിയുടെ അല്ലെ കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഞാനും നീയും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതായത് ഞാനും നീയും എന്ന് പറയുന്നത് രണ്ട് എൻറ്റിറ്റികളല്ല, ഒരേ എൻറ്റിറ്റി തന്നെയാണ് എന്നാണ് ഈ ഒരു നിയമം പറയുന്നത്.